ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ നിലപാടിൽ കരയോഗങ്ങളിൽ പ്രതിഷേധം. ജി സുകുമാരൻ നായരെ വിമർശിച്ച് പത്തനംതിട്ടയിൽ ഇന്നും ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടു. ചങ്ങനാശ്ശേരി, പുഴവാത്, എറണാകുളം, കണയന്നൂർ കരയോഗങ്ങളിൽ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. എന്നാൽ തന്റെ നിലപാട് എല്ലാവരും അംഗീകരിച്ചെന്നും പണം കൊടുത്താൽ ആർക്കും ഫ്ലെക്സ് വയ്ക്കാമെന്നും ജി സുകുമാരൻ നായർ 24-നോട് പറഞ്ഞു. ഫ്ലെക്സ് ആർക്ക് വേണേലും രൂപ കൊടുത്താൽ കിട്ടുമല്ലോ. പേര് വെക്കാതെ ഏത് ഫ്ലെക്സ് വേണേലും വെക്കരുത്. അവിടെ ഒരു പ്രതിഷേധമില്ല, ഒരനക്കവും ഇല്ല. NSSന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അനുകൂലമായിട്ടുള്ള ഈ തീരുമാനം നന്നായി എന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. ജനങ്ങളും ഭൂരിപക്ഷം നിൽക്കുന്നത് അങ്ങനെയാണെന്നാണ് എന്റെ വിശ്വാസം. കോൺഗ്രസ്സുകാരോ BJP-ക്കാരോ അനുനയത്തിന് വല്ലതും വന്നോ? ഇല്ല, ആരും വരാനും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ആരും വന്നുമില്ല. ഇതിനിടെ NSSുമായി തർക്കങ്ങളില്ലെന്ന വാദവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി. NSSനടക്കമുള്ള സമുദായ സംഘടനകൾക്ക് അവർക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞങ്ങൾക്ക് അതിൽ യാതൊരു പരാതിയില്ല. ഞങ്ങളുടെ തീരുമാനം രാഷ്ട്രീയമായ തീരുമാനമാണ്. ഞങ്ങൾക്ക് NSSുമായിട്ടോ SNDP ആയിട്ടോ ഒരു തർക്കവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അവരൊക്കെയായിട്ട് നല്ല ബന്ധത്തിലാണ്. സംഘടനാപരമായിട്ട് നല്ല ബന്ധത്തിലാണ്. അവരൊരു വിഷയത്തിൽ അവരൊരു അഭിപ്രായം പറഞ്ഞതിന് ഞങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട ആവശ്യമില്ലല്ലോ. അവർ സമദൂരമാണ് സിദ്ധാന്തം, അവരുടെ സമദൂര സിദ്ധാന്തം. അത് തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് അതിൽ ഞങ്ങൾ അസ്വസ്ഥരാവേണ്ട കാര്യം? എന്താ? വർഗീയവാദികളെ NSSന്റെ അടിച്ചതിൻ്റെ അകത്തേക്ക് അദ്ദേഹം കയറ്റാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അതൊരു ഉറച്ച നിലപാടാണ്. ആ ഉറച്ച നിലപാട് അദ്ദേഹം സ്വീകരിച്ചതിന് ഞങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹവുമായിട്ടോ NSSുമായിട്ടോ ഒരു തർക്കവും ഇല്ല. സ്വന്തം കർമ്മങ്ങൾ കൂടി ആലോചിച്ചിട്ട് ഇത്തരം ശ്രമങ്ങൾ നടത്തുമ്പോൾ എന്താണ് ഫലമുണ്ടാകുക എന്നത് കാത്തിരുന്ന് കാണുക. ജനങ്ങൾ വിഡ്ഢികളല്ല. കാരണം അവർ ചെയ്ത കാര്യങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്. ഞങ്ങളാരും സമുദായ സംഘടനകളെ വെല്ലുവിളിക്കാറില്ല. ഞങ്ങളാരും ആരെയും അപകീർത്തിപ്പെടുത്താറില്ല. ഇതെല്ലാം ചെയ്തത് CPMും ഗവൺമെൻറ്റുമാണ്. അപ്പോൾ അവരിപ്രാവശ്യം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അത് തൊട്ടു മുമ്പേ കൂടി നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുള്ളവരാണ് കേരള ജനത എന്നുള്ളത് ഉറപ്പാണെന്നാണ് ഞാൻ പറയുന്നത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിന്നൊക്കെ ചില പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ അതിനെയൊക്കെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ഇന്ന് ജി സുകുമാരൻ നായർ നമ്മളോട് സംസാരിച്ചത്. ടോബിയോടാണ് അദ്ദേഹം പ്രതികരണം അറിയിച്ചത്. താൻ പറഞ്ഞത് ശരിയാണ് എന്ന അഭിപ്രായമാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത് എന്ന ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അപ്പോഴും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അവരുടെ ഒരു ആഗ്രഹ പ്രകടനം എന്ന തരത്തിലേക്ക് വേണമെങ്കിൽ നമുക്കതിനെ കാണാമെന്ന് തോന്നുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധത്തിലാണ്, സമദൂരത്തെക്കുറിച്ച് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഒരു ഭാഗത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു അനുനയ നീക്കമൊക്കെ നടക്കുമെന്ന് നമുക്ക് കരുതാം. എന്നാൽ ജി സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയല്ലേ ഈ പ്രതികരണങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്? അനുജ, ഈ ആഗോള അയ്യപ്പ സംഗമത്തിലെ പിന്തുണച്ചുകൊണ്ട് NSS നിലപാടെടുത്തതിന് പിന്നാലെ പ്രത്യക്ഷ പ്രതിഷേധം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് തുടർച്ചയായി പലതരത്തിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഉയർന്ന അതടക്കം മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി അത് വ്യാപിക്കുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ ഇന്നലെ ഫ്ലെക്സ് വന്നതിന് പിന്നാലെ ഇന്നും ജി സുകുമാരൻ നായർക്കെതിരെ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. പ്രമാണത്താണ് ഇന്ന് ഫ്ലെക്സ് വന്നത്. എന്നാൽ ഈ ഇരു സംഭവങ്ങളിലും യാതൊരു പങ്കുമില്ലെന്ന് ലാക്കൂർ കരയോഗം വ്യക്തമാക്കുകയും ചെയ്തു. നേതൃത്വത്തിന്റെ നിലപാട് മാറ്റത്തിൽ എറണാകുളം കണയന്നൂർ കരയോഗം ഇന്ന് പ്രതിഷേധം രേഖപ്പെടുത്തി. ചങ്ങനാശ്ശേരി പുഴവാത്ത് കരയോഗത്തിലെ 4 പേർ രാജിവെച്ചു. എന്നാൽ ഇവരെ നേരത്തെ പുറത്താക്കിയെന്നാണ് കരയോഗത്തിന്റെ വിശദീകരണം. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇക്കാര്യത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രംഗത്തെത്തിയത്. എല്ലാവരും തന്റെ നിലപാട് അംഗീകരിച്ചുവെന്നും പണം കൊടുത്താൽ ആർക്കും ഫ്ലെക്സ് വെക്കാമെന്നുള്ളതാണ് സുകുമാരൻ നായരുടെ ഇക്കാര്യത്തിലെ നിലപാട്. സ്വാഭാവികമായും NSSനകത്തെ പ്രതിഷേധങ്ങളെ ആ രീതിയിൽ അദ്ദേഹം തള്ളിക്കളയുന്നു എന്ന് വേണം വിലയിരുത്താൻ. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് ദേശീയ നേതാവായിട്ടുള്ള KC വേണുഗോപാൽ ആണെങ്കിലും അതേപോലെ തന്നെ അവരുടെ പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ ഒക്കെ പ്രതികരണത്തിൽ നിന്നും ഒരു തരത്തിലും NSSന് കൊള്ളുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ NSSന് മുറിവുണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു പ്രതികരണത്തിലേക്ക് കടക്കുന്നില്ല. ഇന്ന് KC വേണുഗോപാലിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. NSSന്റെ നിലപാടുകളോട് കോൺഗ്രസ് എല്ലാ കാലത്തും പൊരുത്തപ്പെട്ടു പോകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായും അത് അനുനയ സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുള്ള നേതാക്കളുടെ പ്രതികരണമാണ്. പക്ഷേ ആ അനുനയത്തിന് ഏതെങ്കിലും തരത്തിൽ NSS നേതൃത്വം മാറുമോ, ആ അനുനയ ശ്രമത്തിന് വഴങ്ങിക്കൊടുക്കുമെന്നൊക്കെയുള്ള കാര്യം നിർണായകമാണ്. അനുജ, അതെ, അതാണ് പ്രതിനിധി സമ്മേളനത്തിൽ നിലപാട് ഒരിക്കൽ കൂടി ജി സുകുമാരൻ നായർ വിശദീകരിക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.